വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റുമായിട്ടാണ്. ഗിഫ്റ്റ് ഹാമ്പർ ആണ് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം. അത് നിങ്ങളുടെ വീട്ടിൽ നിന്നുകൊണ്ട് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ്. അതിൽ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നായിട്ട് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ചോക്ലേറ്റ് ഗിഫ്റ്റ് ഹാമ്പറാണ്. ആദ്യം നമുക്കിതിന് വേണ്ടത് ഒരു ബാസ്ക്കറ്റാണ്. ഇത് നമുക്ക് ഗിഫ്റ്റ് ക്രാഫ്റ്റ്സ് ഒക്കെ വിൽക്കുന്ന ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. പിന്നെ ചോക്ലേറ്റ്സ് വേണം, ഒരു സിസർ വേണം, ബ്ലൈഡ് വേണം, ഗ്ലിറ്ററിങ് പേപ്പർ, പിന്നെ ഷ്രെഡഡ് പേപ്പേഴ്സ്. അങ്ങനെ ഇത് നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഗിഫ്റ്റ് ഹാമ്പറാണ്. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഹാമ്പറാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ഹാഫ് കെ ജി ടർക്കിഷ് ചോക്ലേറ്റ്, പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റാഫെല്ലോ, ഫെറാറോ, പിന്നെ കിൻഡർ ബ്യൂണോയുടെ വൈറ്റ് ചോക്ലേറ്റ്സ്, കോയിൻ ചോക്ലേറ്റ്, പിന്നെ അമുലിൻ്റെ ഡയറി മിൽക്ക് ഡാർക്ക് ചോക്ലേറ്റ് എന്നിവയാണ് എടുത്തിരിക്കുന്നത്. ആദ്യമായിട്ട് ഗിഫ്റ്റ് ഹാമ്പറിൽ നമ്മൾ ബേസ് ചെയ്യുകയാണ്. ബേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടർക്കിഷ് ചോക്ലേറ്റാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിന് മുന്നായിട്ട് കുറച്ച് ഗ്ലിറ്ററിങ് പേപ്പർ വെച്ചിട്ട് നമ്മൾ ഇത് മോടി പിടിപ്പിക്കാനാണ് ചെയ്യുന്നത്. മോടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സൂപ്പർ ഗ്ലൂ ഗണ്ണോ ഗ്ലൂ സ്റ്റിക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോർട്ടഡ് ആയിട്ടുള്ള 500 ഗ്രാം ടർക്കിഷ് ചോക്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. ചില ആൾക്കാർ ഇതിന് തെർമോക്കോൾ വെച്ചിട്ടാണ് ബേസ് ചെയ്യുന്നത്. നമ്മളിവിടെ ഇന്ന് ടർക്കിഷ് ചോക്ലേറ്റ് വെച്ചിട്ടാണ് ബേസ് ചെയ്തിരിക്കുന്നത്. ബേസ് റെഡി ആയി കഴിഞ്ഞു. ഇനി അടുത്ത് ഒരു ബാർ ചോക്ലേറ്റ്, ഫ്രൂട്ട് ആൻഡ് നട്ടിൻ്റെ അമുലിൻ്റെ ഫ്രൂട്ട് ആൻഡ് നട്ട് ബാർ ചോക്ലേറ്റാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് കിൻഡർ ബ്യൂണോ വൈറ്റ് ആണ് വെക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഇത് അടുക്കി വെക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെയൊക്കെ കലാബോധം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കി വെക്കുന്നതിന് മാറ്റിയൊക്കെ വെക്കാം. അടുത്ത് ഡയറി മിൽക്കിൻ്റെ ബാർ ചോക്ലേറ്റ്. കുട്ടികളുള്ള വീട്ടിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷവും. എല്ലാവർക്കും ഫങ്ഷനോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ്സ് ഇറക്കി വയ്ക്കാം. ഹാമ്പറിൻ്റെ സൈഡ് വശം നമ്മൾ റാഫെല്ലോ, ഫെറാറോ ഇതൊക്കെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാനാണ്, വരിക്ക് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഗ്ലൂ ചെയ്തതിന് ശേഷം വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇളകി പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു സൈഡിൽ നമ്മൾ ഗോൾഡ് കോയിൻ ചോക്ലേറ്റ്സ് നിരത്തി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഇപ്പുറം വശത്ത് നമുക്ക് ഫെറാറോ പിന്നെ റാഫെല്ലോയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കോമ്പിനേഷൻ കൊണ്ടാണ് നിറയ്ക്കുന്നത്. ഏകദേശം ചോക്ലേറ്റിൻ്റെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നടുക്ക് നമുക്കൊരു മാഷ്മല്ലോ വെച്ചിട്ട് ഫൈനൽ ആണ്. പിന്നെ ഇവിടെ ഇനി നെക്സ്റ്റ് നമ്മൾ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഹാൻഡിൽ ഡെക്കറേറ്റ് ചെയ്യാനാണ് പോകുന്നത്. ആയിട്ട് ഈ ചോക്ലേറ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്ലാസ് പേപ്പർ, ഡിസൈൻ ചെയ്ത ഗ്ലാസ് പേപ്പർ എടുക്കുകയാണ്. ഗ്ലാസ് പേപ്പർ ഇട്ട് ഫുൾ കവർ ചെയ്യുക. ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് വശം കവർ ചെയ്യാൻ പറ്റും. ഈ സെലോ ടോപ്പ് വെച്ചിട്ട് സൈഡ് നമുക്ക് ഒട്ടിക്കാവുന്നതാണ്. ഇത് കവറിങ് ഏകദേശം ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് ഇതിൻ്റെ നമുക്കുള്ളൊരു റിബൺ ഉപയോഗിച്ച് ഇതിന് ചുറ്റും നമുക്ക് കെട്ടിക്കൊടുക്കാം. നമ്മളിപ്പോൾ നമ്മുടെ സജനാസ് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സിൻ്റെ ലേബിൾ ചെയ്ത റിബണാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടെ റിബണൊക്കെ കെട്ടിയെടുക്കുമ്പോൾ നന്നായിട്ട് ഒന്ന് മൊഞ്ച് കൂടുന്നതാണ് ഗിഫ്റ്റ് ഹാമ്പറിൻ്റെ. റിബണൊക്കെ കെട്ടി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്.
ഇപ്പോൾ ഗിഫ്റ്റ് ഹാമ്പർ ഒന്നുകൂടി മൊഞ്ച് കൂടിയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്കിതിൽ നെറ്റും കൊണ്ട് റാപ്പ് ചെയ്ത് ഗിഫ്റ്റ് ഫ്ലവേഴ്സൊക്കെ വെക്കാം ചുറ്റും ഇതിന്. നെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്യാം. ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലോട്ട് കിടക്കുകയാണ്. ഏകദേശം 1 മീറ്ററോളം നെറ്റ് ആവശ്യം വേണ്ടി വരും. നെറ്റിൻ്റെ ക്ലോത്ത് ആവശ്യം വേണ്ടി വരും. ഇതുപോലൊരു ഗിഫ്റ്റ് ഹാമ്പർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മുറിച്ച് മാറ്റി ബാക്കി ഭാഗങ്ങൾ നമുക്ക് ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ സെൻട്രലിൽ കൊണ്ട് ഒരു ഫ്ലവറിൻ്റെ ടോപ്പ് പോലെ ചെയ്തെടുക്കാം. വലിച്ച് ഒന്ന് ഭംഗിയാക്കാം. ഫ്ലവർ പോലെ അങ്ങനെ ചെയ്ത് കറക്റ്റ് സെൻട്രലിൽ തന്നെ ഇത് പിടിച്ച് വെച്ചിട്ട് നമുക്കൊരു നാട് കൊണ്ട് ഇത് കെട്ടാവുന്നതാണ്. ഇവിടെ ടൈറ്റാക്കിയിട്ട് സെൻട്രലിൽ വെച്ച് ടൈറ്റ് ചെയ്ത് കെട്ടി വെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ടൈറ്റാക്കിയിട്ട് ഒന്ന് കെട്ടാവുന്നതാണ്. ഇനിയാണ് നെക്സ്റ്റ് നമ്മുടെ ഈ ബാസ്ക്കറ്റിനും നെറ്റിനും ചേരുന്ന ഒരു കളർ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഫ്ലവർ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലവർ ഇവിടെ സെൻറ്ററിലോട്ട് ആ റിബൻ്റെ അവിടെയിട്ട് നമുക്ക് ചേർത്ത് വെച്ചെടുക്കാം. ഇത് സെൻറ്റഡ് ഫ്ലവേഴ്സാണ്. ഇപ്പോൾ ഫ്രഷ് ഫ്ലവർ ആണെങ്കിൽ അതും വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സെൻറ്റഡ് ഫ്ലവേഴ്സ് വെക്കാം. ഇതിൻ്റെ ഇരുവശങ്ങളിലായിട്ട് സെൻറ്റഡ് ഫ്ലവേഴ്സും കൂടെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് ഹാമ്പർ റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന ഒരു കളർ കോമ്പിനേഷൻ എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന ഒരു കളർ കോമ്പിനേഷനുള്ള ഗിഫ്റ്റ് ഹാമ്പറാണ്. നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും വെച്ചിട്ടുള്ള ഗിഫ്റ്റ് ഹാമ്പറും നമ്മൾ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ നമ്മളിന്ന് സെലക്ട് ചെയ്ത ചോക്ലേറ്റ്സിൻ്റെ ഗിഫ്റ്റ് ഹാമ്പറാണ്. ഇപ്പോൾ നമ്മുടെ ഷോപ്പിലാണെങ്കിൽ 750 റുപ്പീസ് മുതൽ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഇതുപോലെയല്ല ഗിഫ്റ്റ് ഹാമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതുണ്ട്. അപ്പോൾ ദൂരെ ഇരുന്നിട്ടാണെങ്കിലും ഓർഡർ ചെയ്യാം. ട്രിവാൻഡ്രത്ത് എവിടെയാണെങ്കിലും നമുക്ക് കൊറിയർ ഫെസിലിറ്റി ഉണ്ട്. പിന്നെ കുറച്ച് ദൂരോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് തിരുവനന്തപുരത്ത് എവിടെയാണെങ്കിലും ഹോം ഡെലിവറി ഫെസിലിറ്റിയാണ്. കുറച്ച് ദൂരമൊക്കെ ആണെങ്കിൽ കൊറിയർ ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഞങ്ങൾ റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോസായിട്ട് ഇനി വരുന്നതാണ്. സ്റ്റേ ട്യൂൺ. സജനാസ് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ്.